അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 2 വ്യാഴാഴ്ച. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ അവസാനിക്കാനിരിക്കെ യുപിയിലെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും സ്ഥാനാർത്ഥികളായി വരാൻ തന്നെയാണ് സാധ്യത. എന്നാൽ രണ്ടാമതൊരു സീറ്റിൽ വിജയിച്ചാലും വയനാട് ഉപേക്ഷിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ അറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിൽ ഗാന്ധി കുടുംബം മത്സരിക്കണമെന്നും ഉത്തരേന്ത്യയിലെ സീറ്റുകളിൽ മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും സാധ്യതകളെ ബാധിക്കുമെന്നും രാഹുൽ ഗാന്ധിയെ ഖാർഗെ അറിയിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. SNC ലാവ്ലിംഗ് കേസ് സുപ്രീം കോടതി ഇന്നലെയും പരിഗണിച്ചില്ല. അന്തിമ വാദത്തിനായുള്ള പട്ടികയിൽ കേസ് ഇന്നലെ ഉണ്ടായിരുന്നെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്ന മറ്റ് കേസുകൾ നീണ്ടുപോയതിനാലാണ് ഇന്നലെ പരിഗണിക്കാതിരുന്നത്. ഇന്നലത്തേത് കൂടി 39ാം തവണയാണ് ഈ കേസ് മാറ്റിവെക്കുന്നത്. SNC ലാവ്ലിംഗ് കേസ് ഇന്നത്തേക്ക് വീണ്ടും ലിസ്റ്റ് ചെയ്ത് സുപ്രീം കോടതി. ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിന് മുമ്പാകെയാണ് ഹർജി ഇന്ന് പരിഗണനയ്ക്ക് എത്തുക. ഇന്നലെ അന്തിമവാദം കേൾക്കുമെന്നാണ് കോടതി കഴിഞ്ഞ വാദത്തിൽ അറിയിച്ചിരുന്നത്. അതുകൊണ്ടാണ് കേസ് ഇന്നത്തേക്ക് സുപ്രീം കോടതി വീണ്ടും ലിസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം നടപ്പാക്കാനുള്ള തീരുമാനവുമായി ഗതാഗത വകുപ്പ്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും CITUവിന്റെയും പ്രതിഷേധത്തിനിടെയാണ് പരിഷ്കരണം. പുതിയ ട്രാക്കുകൾ ഒരുക്കിയിട്ടില്ലെങ്കിലും ചില മാറ്റങ്ങളോടെയാകും പരീക്ഷ. റോഡ് ടെസ്റ്റിന് ശേഷമാകും H ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുക. റോഡ് ടെസ്റ്റിലും ഇതുവരെ നടന്നുവന്ന രീതികളിൽ മാറ്റമുണ്ടാകും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത സമരത്തിനിടയിൽ കുഴഞ്ഞു വീണു. ഗൈനക്കോളജിസ്റ്റ് KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരമേഖല IG K സേതുരാമൻ മറുപടി നൽകാത്ത സാഹചര്യത്തിലായിരുന്നു അതിജീവിത തിങ്കളാഴ്ച മുതൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം പുനരാരംഭിച്ചത്. കുഴഞ്ഞുവീണയുടനെ കോട്ടപ്പറമ്പ് ആശുപത്രിയിലും പിന്നീട് ബീച്ച് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും വൈകുന്നേരത്തോടെ ഡിസ്ചാർജ് ചെയ്തു. വൈക്കം കായലോര ബീച്ചിൽ ക്രിക്കറ്റ് കളിക്കാനെത്തിയ 35-കാരൻ കളി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. തലയോലപ്പറമ്പ് തലപ്പാറ സ്വദേശി ഷെമീറാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ച മുതൽ യുവാവും സംഘവും ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് വിശ്രമിക്കുമ്പോഴാണ് കുഴഞ്ഞു വീണത്. പാലക്കാട്ടെ മണ്ണാർക്കാട് താലൂക്കിൽ 2ഇടങ്ങളിലായി 2 പേർ ഇന്നലെ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. മണ്ണാർക്കാട് എതിർപ്പണം ശബരി നിവാസിൽ P രമണിയുടെയും അംബുജത്തിന്റെയും മകൻ R ശബരീഷ്, തെങ്കര പുളിക്കപ്പാടം വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ സരോജിനി എന്നിവരാണ് മരിച്ചത്. തൃശൂരിലും കണ്ണൂരിലും വയലുകളിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് ഭൂമിയിലാണ് തീ പടർന്നത്. പുല്ല് വളർന്നു നിൽക്കുന്ന വയലുകളിൽ ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഇത് വേഗം തന്നെ പടരുകയായിരുന്നു. പ്രദേശത്താകെ പുക പടർന്ന് ഒന്നും കാണാനാകാത്ത അവസ്ഥ ആയതോടെയാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. കനത്ത ചൂടാണ് വയലുകളിൽ തീപിടുത്തമുണ്ടാകാൻ കാരണമായതെന്നാണ് നിഗമനം. ആളുകൾക്ക് പരിക്കില്ല. പാലക്കാട് ഉയർന്ന താപനില സാധാരണയേക്കാൾ 3.7 ഡിഗ്രി സെൽഷ്യസ് കൂടുതലും, കോഴിക്കോട് ഉയർന്ന താപനില സാധാരണയേക്കാൾ 3.6 ഡിഗ്രി സെൽഷ്യസ് കൂടുതലും രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 5 ദിവസത്തേക്ക് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നൽ അപകടകാരികളായതിനാൽ അതീവ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്ന് കാണിച്ച് BJP നേതാവ് ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറിനുമെതിരെ DGPക്ക് പരാതി നൽകി LDF കൺവീനർ EP ജയരാജൻ. നേരത്തെ ഇരുവർക്കുമെതിരെ EP വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു.
ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ KSRTC MDക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ KSRTC നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവറും തമ്മിലെ തർക്കത്തിൽ നിർണായകമായ CCTV മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസ് കേസെടുത്തു. തമ്പാനൂർ പോലീസാണ് മെമ്മറി കാർഡ് കാണാതായതിൽ കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തടഞ്ഞു നിർത്തിയ KSRTC ബസ്സിലെ CCTV മെമ്മറി കാർഡ് കാണാതായതിൽ ദുരൂഹതയുണ്ടെന്ന് ഡ്രൈവർ യദു. മെമ്മറി കാർഡ് പാർട്ടിക്കാർ എടുത്തു മാറ്റിയതാകാമെന്നും യദു ആരോപിച്ചു. വാഹനം പുറപ്പെട്ടതു മുതൽ CCTV ക്യാമറ പ്രവർത്തിച്ചിരുന്നു. സ്ക്രീനിൽ ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നിരുന്നു എന്നും യദു വ്യക്തമാക്കി. സൈബർ ആക്രമണമുണ്ടായി എന്ന് കാട്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ 2 കേസ്. ഔദ്യോഗിക ഫോണിലേക്ക് മോശം സന്ദേശം അയച്ചതിനാണ് ഒരു കേസ്. നവമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നതാണ് 2ാമത്തെ കേസ്. അതേസമയം KSRTC ബസ് ഡ്രൈവർ യദു കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ കന്റോൺമെന്റ് ACPക്ക് പരാതി കൈമാറി. സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ കേസെടുക്കാതെ വന്നതോടെയാണ് യദു സിറ്റി പോലീസ് കമ്മീഷണർക്കും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകിയത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയ്ക്കും പിന്തുണയുമായി DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. മേയർക്കെതിരെ സൈബർ അതിക്രമം നടക്കുകയാണെന്നും മേയർ തെറ്റ് ചെയ്തിട്ടില്ലെന്നും KSRTC ഡ്രൈവറാണ് മോശമായി പെരുമാറിയതെന്നും VK സനോജ് പറഞ്ഞു. പെൺകുട്ടികൾ ഈ രീതിയിൽ തന്നെ പ്രതികരിക്കണം. മറ്റേതെങ്കിലും പെൺകുട്ടിയായിരുന്നെങ്കിൽ വീരവനിതയാകുമായിരുന്നു. ആര്യയ്ക്ക് എതിരായ ആക്രമണം DYFI ശക്തമായി കൈകാര്യം ചെയ്യുമെന്നും VK സനോജ് പറഞ്ഞു. സമസ്തയും EK വിഭാഗവുമായുണ്ടായ തർക്കം പൊന്നാനിയിലും മലപ്പുറത്തും ബാധിച്ചില്ലെന്ന് മുസ്ലിം ലീഗ്. പൊന്നാനിയിൽ ഭൂരിപക്ഷം കുറയുമെന്നും 10,000-ഓളം വോട്ടുകൾ നഷ്ടമാകുമെന്നാണ് കണക്കാക്കൽ. എന്നാൽ വിജയത്തെ ഇത് ബാധിക്കില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സമസ്ത നേതാക്കൾക്കെതിരെ പ്രതികരണം നടത്തരുതെന്ന് യോഗത്തിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ മുന്നറിയിപ്പ് നൽകി. കലാകാരന്മാർക്ക് സ്വതന്ത്രമായി കലാപ്രവർത്തനം നടത്താനുള്ള സാഹചര്യം ഇന്ത്യയിൽ ഇല്ലെന്ന് സാഹിത്യകാരൻ NS മാധവൻ. രാഷ്ട്രത്തെ പുനർനിർമ്മിച്ച് ഒരു ഏകശിലാ സമൂഹം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇതിനായി വലതുപക്ഷ കക്ഷികൾ ജനങ്ങളുടെ വിനോദോപാധികളായ സാഹിത്യം, നാടകം, സിനിമ എന്നിവയെയാണ് കൂടുതലായി ഉപയോഗിക്കുന്നതെന്നും NS മാധവൻ പറഞ്ഞു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെപ്പ് നടന്ന കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ ആത്മഹത്യ ചെയ്തു. ഏപ്രിൽ 26-ന് പഞ്ചാബിൽ നിന്നും അറസ്റ്റ് ചെയ്ത അനൂജ് തപനാണ് മരിച്ചത്. ചൈനീസ് ഗവേഷണ കപ്പൽ ശ്രീലങ്കൻ തുറമുഖത്ത് നങ്കൂരമിടാൻ അനുമതി തേടി ചൈന. കഴിഞ്ഞ വർഷം ബഹിരാകാശ പേടകം ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന കപ്പൽ ശ്രീലങ്കൻ തീരത്ത് നങ്കൂരമിട്ടിരുന്നു. ഇന്ത്യയുടെ ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് ചൈനയുടെ ഈ ആവശ്യം. ഗവേഷണ കപ്പലാണെന്നാണ് ചൈന പറയുന്നത്. ചാരക്കപ്പലാണെന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നു. തെലങ്കാന മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിനെ പ്രചാരണത്തിൽ നിന്ന് വിലക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 48 മണിക്കൂർ നേരത്തേക്കാണ് വിലക്ക്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ നടത്തിയ മോശം പരാമർശങ്ങളാണ് ചന്ദ്രശേഖർ റാവുവിനെ തിരിച്ചടിയായത്. റാവു പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അശ്ലീല വീഡിയോ വിവാദത്തിൽ ആദ്യമായി പ്രതികരിച്ച് കർണാടക ഹാസനിലെ JDS സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ. അന്വേഷണവുമായി സഹകരിക്കാൻ ബാംഗ്ലൂരുവിൽ താൻ ഇല്ല. ഇക്കാര്യം അന്വേഷണ സംഘത്തെ അഭിഭാഷകൻ വഴി അറിയിച്ചു. അവസാനം സത്യം തെളിയും എന്നാണ് എക്സ്പോസ്റ്റ്. വീഡിയോകൾ വന്നതോടെ പിടിച്ചു നിൽക്കാനാകാത്ത സാഹചര്യം വരികയും ഇതോടെ വിദേശത്തേക്ക് കടക്കുകയുമായിരുന്നു പ്രജ്വൽ. കർണാടകയിലെ പ്രജ്വൽ രേവണ്ണ കേസിൽ കോൺഗ്രസ് സർക്കാരിനെ കുറ്റപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസിന് എല്ലാ കാര്യങ്ങളും മാസങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നുവെന്നും എന്നാൽ നടപടിയെടുക്കുന്നതിന് വൊക്കലിഗ വിഭാഗത്തിൽപ്പെട്ടവർ വോട്ട് രേഖപ്പെടുത്തുന്നവരെ കോൺഗ്രസ് കാത്തിരുന്നുവെന്നും അമിത്ഷാ ആരോപിച്ചു. ഉത്തർപ്രദേശിലെ അമേഠി, റായ്ബറേലി സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ പ്രതികരിച്ച് ജയറാം രമേശ് 2 സീറ്റിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപനം വരുമെന്നും ജയറാം രമേശ് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെതിരെ നടത്തിയ പ്രസംഗ വിവാദത്തിൽ കുടുങ്ങി മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ അധിർ രഞ്ജൻ ചൌധരി. തൃണമൂലിനെ വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് BJPക്ക് വോട്ട് ചെയ്യുന്നതാണെന്നുള്ള അധിറിന്റെ പ്രസ്താവനയാണ് വിവാദത്തിലായത്. തൃണമൂൽ കോൺഗ്രസ് ഈ പ്രസ്താവന പ്രചാരണത്തിനുള്ള ഒരു ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. BJP കൊൽക്കത്ത നോർത്ത് സ്ഥാനാർത്ഥി തപസ് റേയുമായി വേദി പങ്കിടുകയും സ്ഥാനാർത്ഥിയെ പുകഴ്ത്തുകയും ചെയ്തതിന് തൃണമൂൽ
പശ്ചിമബംഗാൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി കുനാൽ ഘോഷിനെ പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കി. പാർട്ടി നിലപാടുകൾക്ക് എതിരായി നടത്തിയ പ്രസ്താവന കൊണ്ടാണ് പുറത്താക്കിയത്. IPL കളിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് താരങ്ങളെ തിരിച്ചു വിളിക്കാനുള്ള ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനം IPL പ്ലേ ഓഫിനൊരുങ്ങുന്ന ടീമുകൾക്ക് തിരിച്ചടിയായി. 2020 ലോകകപ്പ് ഒരുക്കത്തിന്റെ ഭാഗമായി പാകിസ്ഥാനുമായുള്ള 2020 പരമ്പരയിൽ കളിക്കാനാണ് ബോർഡ് താരങ്ങളെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. പ്ലേ ഓഫ് ഉറപ്പിച്ച സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനുമാണ് ഈ തീരുമാനം വലിയ തിരിച്ചടിയാകുക. രാജസ്ഥാന്റെ ഫോമിലുള്ള ഓപ്പണർ ജോസ് ബട്ട്ലറെയും കൊൽക്കത്തയ്ക്ക് മികച്ച ഫോമിൽ കളിക്കുന്ന ഫിൽ സാൾട്ടിനെയും നഷ്ടമാകും. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ച് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി പഞ്ചാബ് കിങ്സ്. 62 റൺസ് എടുത്ത ഋതുരാജ് ഗെയ്ക്വാദിന്റെ കരുത്തിൽ ചെന്നൈ 7 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 17.5 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി വിജയലക്ഷ്യത്തിലെത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.